പലരും എന്നോട് ചോദിക്കാറുണ്ട്, സാധാരണ ഈ കൗൺസിലിങ്ങിന് വരുന്ന ആരൊക്കെയാണ്, എന്തൊക്കെ പ്രശ്നങ്ങൾക്കാണ് വരുന്നത് എന്ന്. ഞാൻ പറയാറുണ്ട്, കുട്ടികൾ വരാറുണ്ട്, മുതിർന്നവർ വരാറുണ്ട്, പ്രായമുള്ളവർ, നന്നായിട്ട് പ്രായമുള്ള ആൾക്കാർ വരാറുണ്ട്, രോഗങ്ങൾ ബാധിച്ചതിന് ശേഷം അതിന്റെ ട്രോമയിൽ നിന്ന് പുറത്തു കിടക്കാൻ വേണ്ടിയിട്ട്, ആൻസൈറ്റിയിൽ നിന്ന് പുറത്തു കിടക്കാൻ വേണ്ടി വരാറുണ്ട്, ലേഡീസ് അവരുടേതായിട്ടുള്ള ചില സ്പെസിഫിക് ആയിട്ടുള്ള റീസൺസ് കൊണ്ട് വരാറുണ്ട്, ജെൻസ് അവരുടേതായിട്ടുള്ള ചില സ്പെസിഫിക് റീസൺസ് കൊണ്ട് വരാറുണ്ട്. അങ്ങനെ വ്യത്യസ്ത ഗ്രൂപ്പുകളിലുള്ള ആൾക്കാർ വരാറുണ്ട്. ചിലപ്പോൾ ആൾക്കാർ ഇങ്ങനെ ചോദിക്കാറുണ്ട്, ഈ കുട്ടികൾ എന്തൊക്കെ പ്രശ്നങ്ങൾ കൊണ്ടാണ് വരുന്നത് എന്ന്. കുട്ടികൾ സാധാരണ അവരുടെ ക്യാരക്ടറുമായിട്ട് ബന്ധപ്പെട്ട്, അവരുടെ ബിഹേവിയറുമായിട്ട് ബന്ധപ്പെട്ട്, അവരുടെ പഠനവുമായിട്ട് ബന്ധപ്പെട്ട്, പിന്നെ ഏതാനും ചില പാരമ്പര്യമായിട്ടുള്ള ഇഷ്യൂസുമായിട്ടൊക്കെ ബന്ധപ്പെട്ടാണ് സാധാരണ കുട്ടികൾ വരിക. പിന്നെയുള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് അവരുടെ ഒരു സെൽഫ് കോൺഫിഡൻസ് ഇഷ്യൂസ്, ഇൻട്രോവേർട്ട് ആയിട്ടുള്ള കുട്ടികൾ, അങ്ങനെയൊക്കെയുള്ള ഇഷ്യൂസ് വരാറുണ്ട്. ചില സന്ദർഭങ്ങളിൽ എന്താണ് ഹൈപ്പോസെക്ഷുവാലിറ്റി പോലെയുള്ള പ്രശ്നങ്ങളുമായിട്ടൊക്കെ കുട്ടികൾ വരാറുണ്ട്. അപ്പോൾ ഈ ആൾക്കാർക്ക് അറിയാൻ വളരെ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പഠനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതിൽ കുട്ടികൾക്ക് ചിലർക്ക് വായിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അതിന് നമ്മൾ സാധാരണ ഡിസ്ലെക്സിയ എന്ന് പറയുക. ചിലർക്ക് എഴുതാനുള്ള ബുദ്ധിമുട്ടുണ്ട്, ഡിസ്ഗ്രാഫിയ എന്ന് പറയും. ചിലർക്ക് കണക്ക് കൂട്ടാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും, ഡിസ്കാൽക്കുലിയ എന്ന് പറയും. അതോടൊപ്പം തന്നെ ഡിസ്പാക്സിയ, ഈ കൈ ശരിയായ രീതിയിൽ പിടിച്ച് എഴുതാൻ പറ്റാത്ത അവസ്ഥ, ഇങ്ങനെയുള്ള ഇഷ്യൂസ് വരാറുണ്ട്. അതോടൊപ്പം തന്നെ ഓട്ടിസം, ADHD പോലെയുള്ള കാര്യങ്ങൾ വരാറുണ്ട്. അതിനൊക്കെ മെഡിക്കേഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ആ രീതിയിലാണ് അതിനെ നോക്കുക. എങ്കിൽ പോലും സെർട്ടൺ ലെവലിലുള്ള കൗൺസിലിംഗ് കാര്യങ്ങളൊക്കെ കൊടുക്കാറുണ്ട്. ലേണിംഗ് ഡിസബിലിറ്റി, അതോടൊപ്പം തന്നെ ലേണിംഗ് ഡിഫിക്കൽറ്റി എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട്. ലേണിംഗ് ഡിഫിക്കൽറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂൾ മാറിയതിന്റെ പേരിലുണ്ടാകുന്ന പ്രശ്നം, ഒരു പ്രേമബന്ധം ഉണ്ടായിരുന്ന അതിന്റെ പേരിൽ പഠിക്കാൻ പറ്റാത്തതിന്റെ പ്രശ്നം, അതല്ലെങ്കിൽ കൂട്ടുകാര് പ്രശ്നം ഉണ്ടാക്കുന്നതിന്റെ പേരിൽ പഠിക്കാൻ പറ്റാത്ത, ടീച്ചറിനെ ഇഷ്ടമില്ലാത്തതിന്റെ പേരിൽ പഠിക്കാൻ പറ്റാത്ത, അങ്ങനെയുള്ള പ്രശ്നങ്ങളുമൊക്കെ ആയിട്ട് കുട്ടികൾ വരാറുണ്ട്. അങ്ങനെ വ്യത്യസ്ത ഏരിയാസിൽ. ഇനി സൈക്കോളജിക്കലായിട്ടുള്ള ചില പ്രശ്നങ്ങളും കുട്ടികൾക്ക് നാച്ചുറലി ഉണ്ടാകാറുണ്ട്. അവയെ നമ്മൾ ന്യൂറോസിസ്, സൈക്കോസിസ് എന്ന രീതിയിൽ കാണാറുണ്ട്. സൈക്കോസിസ് എന്ന് പറഞ്ഞാൽ വളരെ സീരിയസ് ആയിട്ടുള്ള പ്രശ്നങ്ങളുള്ള കുട്ടികൾ വരാറുണ്ട്. ന്യൂറോസിസ് എന്ന് പറഞ്ഞാൽ അത്ര തീവ്രമല്ല പ്രശ്നങ്ങൾ, കൗൺസിലിംഗും കാര്യങ്ങൾ കൊണ്ടൊക്കെ മാറും, മരുന്നിലേക്ക് പോകേണ്ട ആവശ്യം വരാറില്ല. പക്ഷേ സൈക്കോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരുന്നിലേക്ക് പോകേണ്ടതായിട്ട് വരും. ഇവിടെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, കുട്ടികൾക്കൊരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഒരു എക്സ്പെർട്ടിന്റെ സഹായത്തോടു കൂടി കുട്ടികളെ കറക്റ്റ് ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. കാരണം കുട്ടികൾക്ക് തീവ്രമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത കുറവാണെങ്കിലും, പക്ഷെ അവരുടെ ഇപ്പോഴുള്ള പ്രശ്നങ്ങൾ ഫ്യൂച്ചറിലേക്ക് വലിയ ഇഷ്യൂസ് ഉണ്ടാക്കുവാനുള്ള സാധ്യത ഉള്ളതിന്റെ പേരിൽ നിർബന്ധമായിട്ടും ഒരു കൗൺസിലറുടെ അടുത്ത് അവരെ കൊണ്ടുപോവുകയും എക്സാമിൻ ചെയ്യുകയും, അതിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഒരു ഡോക്ടറുടെ അടുത്തേക്ക് വിടുവാൻ ഉള്ള ഒരു മനസ്സുണ്ടാവണം. അതെപ്പോഴും നല്ലതാണ്. കൗൺസിലർ അത് ചെയ്തോളും. കൗൺസിലർ പറയും, നിങ്ങൾക്ക് ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോകണമെങ്കിൽ കൗൺസിലർ തീർച്ചയായിട്ടും പറയുകയും ചെയ്യും. വ്യത്യസ്ത, അപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്ന പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വ്യത്യസ്ത ഗ്രൂപ്പുകളുള്ള ആൾക്കാർ വരാറുണ്ട്. അവർക്ക് അവരുടെ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് പലപ്പോഴും വ്യത്യസ്ത രീതികളിലുള്ള പ്രശ്നങ്ങളായിരിക്കും. ഏത് ഗ്രൂപ്പിൽപ്പെടുന്ന ആൾക്കാരെയും ഞാൻ കൗൺസിലിങ്ങിന് വേണ്ടിയിട്ട് കാണാറുണ്ട്. ഏത് പ്രായത്തിലുള്ള ആൾക്കാരെയും കാണാറുണ്ട്. എന്നാലാവുന്ന സപ്പോർട്ട് ഞാൻ അവർക്ക് ചെയ്തു കൊടുക്കാറുണ്ട്. ഇത്തരത്തിലുള്ള വീഡിയോസ് നിങ്ങൾക്ക് വീണ്ടും ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആർക്കെങ്കിലും ഒക്കെ, അല്ലെങ്കിൽ കുടുംബാംഗങ്ങൾ ആർക്കെങ്കിലും ഒക്കെ ഇത്തരത്തിലുള്ള ആവശ്യങ്ങളുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു സോ മച്ച്.